ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് നടത്തിവന്ന കണക്കെടുപ്പ് പൂർത്തിയായി. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും പരിശോധന നടക്കും. എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഇനി കണക്കെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും ജയശങ്കർ? രഞ്ജിത്ത്, വൈകിട്ടോടു കൂടിയാണ് സന്നിധാനത്തെ കണക്കെടുപ്പ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പൂർത്തിയാക്കിയത്. അദ്ദേഹം നിലവിൽ സന്നിധാനത്ത് നിന്ന് ഇറങ്ങുകയും പമ്പയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കണക്കെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുണ്ടായോ, ഏതെങ്കിലും അട്ടിമറി സന്നിധാനത്തുണ്ടായോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്ന ഘട്ടത്തിലായിരിക്കും അതിന്റെ വിവരങ്ങൾ പുറത്തുവരിക. മറ്റൊരു തരത്തിലും വിവരങ്ങൾ പുറത്തുവരാതെ രഹസ്യമായിട്ടായിരുന്നു ഈ ഒരു പരിശോധന. കാരണം കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഫോൺ പോലും ഉപയോഗിക്കാനുള്ള ഒരു അനുമതി സന്നിധാനത്ത് കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതീവ രഹസ്യമായിട്ടായിരുന്നു പരിശോധന. എന്തായാലും സന്നിധാനത്തെ പരിശോധന പൂർത്തിയായി. ഇനി ആറന്മുളയിലാണ്. അത് നാളെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും സന്നിധാനത്തെ പരിശോധന പ്രതീക്ഷിച്ചതിലും അധികം സമയമെടുത്തതിനാൽ തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ എറണാകുളത്തേക്ക് മടങ്ങിയതിനു ശേഷം പിന്നീട് വീണ്ടും ആറന്മുളയിൽ മറ്റൊരു തീയതി തീരുമാനിച്ച ശേഷമായിരിക്കും പരിശോധന നടത്തുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതൊരു അറിയിപ്പും ലഭ്യമല്ല. എന്തായാലും ഈ പരിശോധന റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കി നൽകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകൾ വിശദമായ രീതിയിൽ തന്നെ 3 ദിവസം കൊണ്ട് സന്നിധാനത്ത് പൂർത്തിയാക്കി. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ ഈ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് നിർണായകമാണ്. സന്നിധാനത്തെ അദ്ദേഹത്തിന്റെ കണക്കെടുപ്പ് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും ഇനി പരിശോധനയുണ്ടാകും. എ വി ജയശങ്കർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.